പുരാതന ഏതൻസിൽ അറിവ് ദൈവങ്ങളുടെ സ്വകാര്യ നിധിയായിരുന്നു. അക്ഷരജ്ഞാനം നേടിയതിൻ്റെ പേരിൽ പ്രോമിത്യൂസിനെ ദൈവത്തിൻ്റെ നിധി കട്ടെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഏതൻസുകാർ ബന്ധസ്ഥനാക്കുകയും കൊന്നുകളയുകയും ചെയ്തു. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു പണ്ടതുപോലെയൊക്കെ. താണജാതിക്കാരെ അറിവ് കേട്ടതിൻ്റെ പേരിൽ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചിരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിത് ഓർക്കാൻ കാരണം സമീപ ദിവസങ്ങളിൽ നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന ചില വൈജ്ഞാനികമായ ചർച്ചകൾ, സംവാദങ്ങൾ, ഇതിനോടെല്ലാമുള്ള ചിലരുടെ സമീപനങ്ങൾ, അതിനോടുള്ള അധികാര പ്രയോഗത്തിനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം കണ്ടപ്പോൾ ഏതൻസുകാരെയും പഴയകാലത്ത് ഈയമൊരുക്കി ഒഴിക്കുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തുപോയി. നമ്മളിപ്പോഴും എങ്ങനെയാണ് ക്രിയാത്മകമായ ഒരു സമൂഹത്തിൽ വൈജ്ഞാനിക സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ഒരു സാക്ഷരത ചിലരെങ്കിലും ആർജിച്ചിട്ടില്ല എന്ന് പലപ്പോഴും ഇടപെടലുകൾ കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്. എപ്പോഴും നിർമ്മാണാത്മകമായ ഒരു മുന്നോട്ട് പോക്കിന് അഭിവാജ്യമായ ഒരു ഘടകമാണ് ചർച്ചകളും വിമർശനങ്ങളും അഭിപ്രായങ്ങളും. അതിനെ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളുകയും സഹിഷ്ണുതയോടെ അതിനോട് സംവദിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ നിലപാട്. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മുൻഗാമികളുടെ ഒരു നയവും. ഞാൻ അടുത്തിടെ കണ്ട രണ്ട് വ്യക്തികളുടെ രണ്ട് പ്രയോഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരിക്കലും വ്യക്തികളെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ചുറ്റിപ്പറ്റിയോ ഒരിക്കലും മുന്നോട്ട് പോകരുതെന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഞാനിത് ശ്രദ്ധിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം താനിരിക്കുന്ന അതേ കസേരയിൽ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പിരുന്ന അതേ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളും വേദനകളും പ്രയാസങ്ങളും സഹിച്ച മറ്റ് ചിലരെ സൂചിപ്പിച്ചുകൊണ്ട് പ്രയോഗിക്കുന്നൊരു പ്രയോഗം എക്സ് എന്നാൽ എക്സ്പയറി എന്നായിരുന്നു. ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. എങ്ങനെയാണ് ഒരു ഇസ്ലാമിക പ്രബോധന പ്രവർത്തകർക്ക് തങ്ങളുടെ മുൻഗാമികളോട് കാലഹരണപ്പെട്ടത് എന്നൊരു വീക്ഷണം പുലർത്താനും അവരോട് ആ തരത്തിലുള്ള ഒരു അവമതിപ്പ് മനസ്സിനുള്ളിൽ വെച്ചിരിക്കാനും എങ്ങനെയാണ് കഴിയുക എന്നത്. ഒരിക്കലും നമ്മളുടെ പാരമ്പര്യം അതല്ല നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നാളെ നമ്മളും എക്സ് ആവില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരിക്കലും നമ്മുടെ മുൻഗാമികളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മളെ വല്യമ്മമാരെ മാറ്റി പ്രതിഷ്ഠിക്കാൻ ഇനി സാധ്യമല്ല. അവരോട് വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ പഠിപ്പിക്കുന്നത് മുൻഗാമികളോട് നന്ദിയുള്ളവരാകാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. മുൻഗാമികളെക്കുറിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, അത് നമ്മൾ ആ തരത്തിൽ എക്സ് എന്നാൽ എക്സ്പയറി എന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അയിമ്മത്തിന് പോലും ബാധകമാകുന്ന, അതിനും മുകളിൽ പോലും ബാധകമാകുന്ന ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ കാര്യം ഈ സഞ്ജയന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട് അവർ സൂചിപ്പിച്ചിരുന്നു. ആ ലേഖനത്തിലും പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. എക്സ് എന്നാൽ എക്സ്പയറി ആണ് എന്നതിൻ്റെ മറ്റൊരു വികസിത രൂപമാണ് ആ ലേഖനത്തിൽ പറയുന്ന അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ഒന്നും നിയന്ത്രണമില്ലാത്ത, അവരൊക്കെ എക്സ്പയറി ആയി കഴിഞ്ഞിട്ടുള്ള ചില ആധുനിക യുഗത്തിലുള്ള ചില ലിബറലുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു സിദ്ധാന്തമാണ് ശരിക്കും ആ പ്രയോഗത്തിൽ പോലും നിഴലിച്ച് നിൽക്കുന്നത്. അതൊരിക്കലും നമുക്കിടയിൽ ഉണ്ടാവേണ്ട, നമ്മൾ വെച്ച് പുലർത്തേണ്ട ഒരു വീക്ഷണമല്ല. മുൻഗാമികളുടെ വിസ്ഡവും പുതിയ തലമുറയുടെ ഊർജ്ജസ്വലതയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും. മറ്റൊന്ന്, ചില ചർച്ചകളോട് നമ്മളെപ്പോഴും ചില വൈജ്ഞാനികമായ ചർച്ചകളുടെ അടിയിൽ ചില ആളുകളെ കാണും. അവർ വന്നിട്ട് നീ ആരാണിത് ചോദിക്കാൻ, നീ പോടാ, ഈ തരത്തിലുള്ള ചിലപ്പോൾ വലിയ പണ്ഡിതന്മാരുടെ പോസ്റ്റുകളുടെ അടിയിൽ പോലും ആളുകൾ ഇത്തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തും. എങ്ങനെയാണ് നമുക്കിടയിൽ ചിലപ്പോൾ ഞാൻ ചില പ്രൊഫൈലുകളൊക്കെ നോക്കുമ്പോൾ തലപ്പാവ് കെട്ടിയ ആളുകളുണ്ടാകും, ചിലപ്പോൾ വലിയ സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ടാകും. അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് നമ്മൾ ഇത്രയെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നമ്മുടെ സ്വഭാവം ഒരു പൊതു സംവാദങ്ങളിൽ മാന്യമായി സംവദിക്കാനും അഭിപ്രായം പറയാനും പോലുള്ള ഒരു സാക്ഷരത നമ്മൾ ആർജിച്ചിട്ടില്ലെങ്കിൽ എന്തുമാത്രം കഷ്ടമാണ്. പിന്നെ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് ഈ വിധമാണെങ്കിൽ അത് ഖേദകരമാണ്. ഇപ്പോൾ വലിയ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ കാണും വ്യക്തിപരമായ ചർച്ചകൾ, അവരുടെ ഭൂതകാലം ചികയലുകൾ. ഇപ്പോൾ ഞാൻ ഒരിക്കലും ഒരാളൊരു പോസ്റ്റ് ശ്രദ്ധിച്ചു. അദ്ദേഹം മുൻകാലത്ത് എന്തൊക്കെയോ വേറെ ആരെക്കുറിച്ച് ആക്ഷേപിക്കുകയാണ്. മുൻകാലത്ത് എന്തൊക്കെയോ ചെയ്ത ആളാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടതില്ല. അയാൾ തൗബ ചെയ്ത ആളാണ്. തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്
പഴയ കാലത്തെ കുറിച്ചിട്ട് നമ്മൾ ചികഞ്ഞു പോകുക, അത് ഇസ്ലാമിക സംസ്കാരമാണോ? നമ്മൾ ചർച്ചകളിൽ ഒരിക്കലും വ്യക്തിപരമായ ആശയപരമായ സംവാദങ്ങളിൽ ആശയങ്ങൾക്കപ്പുറം വ്യക്തിപരമായ ചർച്ചകളിലേക്ക് അതിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ ഏർപ്പെടുന്ന ആളുകളുടെ ബൗദ്ധികമായ ദാരിദ്ര്യം, ദൈക്ഷണികമായ ദാരിദ്ര്യം, ആശയങ്ങളുടെ പാപ്പരത്വം, അതിൻ്റെ ഏറ്റവും അധോഗതിയിൽ നിന്നുള്ള വീർപ്പുമുട്ടലിൽ നിന്ന് പുറത്തു വരുന്ന ചില പ്രകടനങ്ങളാണ് വ്യക്തിപരമായ ആക്ഷേപങ്ങളും ചർച്ചകളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ. ഇനി ഒരാളൊരു തെറ്റ് ചെയ്തു, ഒരുപാട് തെറ്റുകൾ ചെയ്തു, 100 ആളെ കൊന്ന ആളുകൾക്ക് പോലും തൗബയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന നമ്മൾ വ്യക്തികൾ നുള്ളിയതും പിച്ചിയതും മാന്തിയതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആശയ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ വെരി ചീപ്പാണ്. ആ തരത്തിലല്ല ഇസ്ലാമിക പ്രവർത്തകരും ഇസ്ലാമിക പ്രബോധകരും സംവാദങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. നമുക്ക് ആശയങ്ങൾ കൊണ്ട് സംവദിക്കാൻ നമ്മൾ പരിശീലിക്കണം. അങ്ങനെയാണ് നമ്മൾ മാതൃകയാകേണ്ടത്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ ആ തരത്തിലൊക്കെ പെരുമാറുമ്പോൾ നമ്മളിൽ മാതൃക കാണുന്ന താഴേക്കിടയിലുള്ള ചെറിയ പ്രവർത്തകരെല്ലാം അത് കണ്ടുപഠിക്കും. അവരെല്ലാം വ്യക്തിപരമായി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പെരുമാറ്റങ്ങളും അവരിൽ നിന്നും പ്രകടമാകും. അപ്പോൾ ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം ഇത്തരം വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ, മാതൃകയായി കാണുന്ന ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. ഫലാ തജസ്സസു എന്നല്ല, നമ്മൾ ആരെയും ചികൻ അന്വേഷിക്കാനോ ഭൂതകാലം നോക്കാനോ, ഇനി ഫിഖ് എന്ന് പറയുന്നത് പോലും നമുക്ക് അനുഷ്ഠിക്കാനുള്ളതാണ്. അല്ലാതെ നമ്മൾ ഭരണകൂടങ്ങളുടെ പണിയെടുത്ത് അല്ലെങ്കിൽ മുൻകർ നക്കീറിന്റെ പണിയെടുത്ത് മറ്റുള്ള ആളുകളുടെ തെറ്റും ശരിയും സ്വർഗവും നരകവും ഇതൊക്കെ തീരുമാനിക്കുന്നതിനപ്പുറം നിർമ്മാണാത്മകമായ ദൗത്യങ്ങളിൽ ഏർപ്പെടുക, നിർമ്മാണാത്മകമായ സമൂഹത്തിന് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യാനുള്ള ആശയങ്ങളിലും സംവാദങ്ങളിലുമൊക്കെ ഏർപ്പെടുക. കാലം മാറിയില്ല. നിങ്ങൾ പുതിയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പുതിയ തലമുറ അതാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചെടുത്ത് അവരെ കിട്ടാത്തത്? ഞാൻ ഈ അടുത്ത് മനോരമയിൽ ഒരാളുടെ ലേഖനം വായിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. വളരെ രസകരമായൊരു പഠനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ടാണ്. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അവർ ഫാൻസ് ആവുന്നത് പഴയ കാലത്തെ പോലെ സിനിമാ നടന്മാർക്കല്ല, ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെയാണ് ഇപ്പോൾ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് വരുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമാ നടന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ആരോ എഴുതിയ സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിക്കുന്ന ആളുകൾ. അവർ ബേസിക്കലി അഭിനേതാക്കളാണ്. റിയലായ ഒരു സാധനമല്ല അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് അവരുടെ ലൈഫാണ്. ഇപ്പോൾ ഈ എന്താണ് അതിൻ്റെ പേര്, ബിഗ് ബോസോ, ഇത്തരത്തിലുള്ള കുറേ സീരീസുകളൊക്കെ നടക്കുക. എന്താണ് അതിന് ഇത്രമാത്രം വലിയ സ്വാധീനം എന്നുള്ളത്? ആളുകൾ ഭയങ്കര ക്ലാരിറ്റി ആഗ്രഹിക്കുന്നു എന്നത് ഒരു മറയില്ലാത്ത, സ്ക്രിപ്റ്റഡ് അല്ലാത്ത, ജെന്യൂനായ സാധനം. ഇപ്പോൾ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ ഇവർ ചിലപ്പോൾ ചെയ്യുന്ന തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും, നല്ലതായിരിക്കും, എല്ലാം ഓപ്പണാണ്, എല്ലാം ഇങ്ങനെ ലൈവായി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പുതിയ തലമുറ ഫുള്ള് മായങ്ങൾ കലർന്ന ലോകത്ത് നിന്ന് അവർ സത്യസന്ധത ആഗ്രഹിക്കുകയാണ്, ജെന്യൂനിറ്റി ആഗ്രഹിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ മുമ്പിൽ വളരെ ജെന്യൂനായിട്ടുള്ള പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവിടെ സത്യസന്ധതയുടെ, വളരെ ജെന്യൂനായ നീതിയുടെ അത്തരം മാതൃകകൾ മുന്നോട്ട് വെക്കുന്നവരായിരിക്കണം ഇസ്ലാമിക പ്രബോധന പ്രവർത്തകർ. നമ്മുടെ വൈജ്ഞാനിക സംവാദങ്ങളിൽ, ആശയ സംവാദങ്ങളിൽ അത്തരം മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് എന്നോട് തന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും.